ഹലോ, എൻ്റെ പേര് സിജോ. ഞാൻ 2006-2010 നെഹ്റു കോളേജിലെ പാസ് ഔട്ടാണ്. ഞാൻ പഠിച്ച കോളേജിൽ ഒരു കുട്ടിയുടെ ആത്മഹത്യ വളരെ വേദന ക്രിയേറ്റ് മോർ പെയിൻ ടു മീ. ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ കാരണം ഐ തിങ്ക് ഇറ്റ്സ് എ സോർട്ട് ഓഫ് മർഡർ. അത് മർഡറാണെന്ന് പറയാൻ കാരണം രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, ഇത് മാനേജ്മെന്റിന്റെ സ്ട്രാറ്റജിയാണ്. ഒരു ഫസ്റ്റ് ഇയർ വരുന്ന കുട്ടി അല്ലെങ്കിൽ നെഹ്റു കോളേജിൽ വരുന്ന കുട്ടിയിൽ ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ജനറേറ്റിംഗ് ഫിയർ. അതിന് ഏതെങ്കിലും ഒരു സിമ്പിള് ഇഷ്യൂ അവർക്ക് ഉണ്ടാവും. ഏത് ഫസ്റ്റ് ഇയറിലും അതുണ്ടാവും. പക്ഷെ ആ ഇഷ്യൂവിൽ വന്ന കുട്ടീനെ മാക്സിമം ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ മാക്സിമം പണിഷ് ചെയ്യുക. അത് കണ്ടിട്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു പാഠമാണ്. അത് അവരുടെ പോളിസിയാണ്, അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയാണ്. ആ പേടി കുട്ടികളിൽ നിലനിർത്തിയാൽ മാത്രമേ ഉള്ളൂ അവർക്ക് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ കുട്ടിക്കൊരു അതിൻ്റെ കുട്ടിയുടെ റിലേറ്റീവ്സ് പറയുന്നത് കേട്ടു, കുട്ടിക്ക് ഒരു എക്സാം ഡേറ്റ് മാറ്റിയതിൽ ഇതിനെതിരെ ഒരു സ്ട്രൈക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് അതിനൊക്കെയുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരാളാണ്. അല്ല, അങ്ങനെ ഒരു ശ്രമം നടന്നിരുന്നു. അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് 100% ഉറപ്പാണ്. അങ്ങനെ ഒരു ശ്രമം ഉണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് അവനും ഫിസിക്കലായിട്ടും ടോർച്ചർ കിട്ടിയിട്ടുണ്ടാകണം. അത് ഷുവറാണ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഞാൻ കുട്ടിയുടെ പ്രൊഫൈലൊക്കെ നോക്കി. ആ കുട്ടിക്ക് വ്യക്തമായ ഒരു വിഷനുള്ള ഒരു കുട്ടിയാണ്. അവന്റെ പല പോസ്റ്റുകളും വായിച്ചാൽ അത് മനസ്സിലാക്കാം. അവൻ സൂയിസൈഡ് ചെയ്യാനുണ്ടായ കാരണം അവന് മനസ്സിലായി അവനൊരു ചേഞ്ച് ആ കോളേജിൽ കൊണ്ടുവരാൻ പറ്റില്ല. അവന്റെ മരണത്തിലൂടെ എങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ്, അല്ല എന്നുള്ള വിശ്വാസത്തോടെയാണെന്ന് തോന്നുന്നു അവൻ ഈ ഒരുപാട് ദുഃഖമുണ്ട് അത് പറയാൻ, ആ മരണം അവൻ സെലക്ട് ചെയ്തത്. അതിന് പ്രേരണയായത് 100% കോളേജ് അധികൃതർ തന്നെയാണ്. പിന്നെ ഞാൻ ന്യൂസ് ചാനലിൽ കണ്ടു മിസ്റ്റർ പരീദും ജോയി മത്തായിയൊക്കെ പറയുന്നത് 18 വർഷം കൊണ്ട് ഇത്ര ഡെവലപ്പായ ഒരു കോളേജാണ്. അത് നല്ല രീതിയിലല്ലെങ്കിൽ ഇത്രയും ഒരിക്കലും വികസിക്കില്ലായിരുന്നോ, അല്ലെങ്കിൽ ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആകില്ലായിരുന്നോ. ആക്ച്വലി അതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഇറ്റ്സ് എ ബെസ്റ്റ് സോഴ്സ് ഓഫ് ബിസിനസ്. കാരണം ആ ബിസിനസ്സിന് പ്രോഗ്രസ് ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും നല്ല സോഴ്സാണ്. അതായത് ഒരു ബിസിനസ്സിന് വേണ്ട മാഡ് കോസ്റ്റ്, മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെന്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അത് പിള്ളേരിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ ഉദാഹരണമാണ് ബ്ലൂം, മോട്ടോഴ്സ്പോ, സയന്റിഫിക് ഫെസ്റ്റ്, പിന്നെ ക്യാൻറ്റീൻ ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്. ഇതെല്ലാം പിള്ളേര് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഫോഴ്സ്ഡ് ആയിട്ട് പേ ചെയ്ത് അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇതെല്ലാം കാണുന്ന പാരന്റ്സ് അല്ലെങ്കിൽ പുതിയ ഒരു 10th-ലെയും 12th-ലെയും സ്റ്റുഡൻസ്, അവർക്കൊരു തോട്ട് വരിക, ഈ കോളേജ് എന്തോ ഒരു സംഭവമാണ്. അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് കോളേജിനും അത് പേ ചെയ്യുന്നത് സ്റ്റുഡൻസുമാണ്. അങ്ങനെ ഒരു സോഴ്സ് ഓഫ് ബിസിനസ് ആണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ഒരു സക്സസ് റേറ്റ് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് മാത്രമാണ് ആ കോളേജ് ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തിയത്. അതിന് അവർ തിരഞ്ഞെടുക്കുന്ന മാർഗം എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ഫിയർ ആണ്. ക്രിയേറ്റിംഗ് ഫിയർ, പേടി. അവരുടെ ഒരു നയങ്ങളോടും ഒരു പോളിസിനോടും എതിർത്ത് സംസാരിക്കാൻ കഴിയാത്ത ഒരു ജനതയെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് സമൂഹത്തെ ആക്കുക. അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകും. അതിന് ഒരു ലിവിങ് പ്രൂഫ് എന്നൊക്കെ വേണമെങ്കിൽ എന്നെ തന്നെ പറയാം. ഞാൻ 2010
എൻ്റെ അവസാനത്തെ എക്സാമിൻ്റെ അന്ന് ഞങ്ങളുടെ ലേഡീസ് ഹോസ്റ്റലില് ഒരു നൈറ്റ് ടൈമിൽ സാർമാര് മൊബൈൽ സെർച്ച് എന്ന പേരിൽ കയറി യുവതികളുടെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുകയും അത് ചോദ്യം ചെയ്ത ആൾക്കാരോട് നിന്റെയൊക്കെ ഫോട്ടോ വരെ നാളെ പത്രത്തിൽ വരും അല്ലെങ്കിൽ മീഡിയയിൽ വരുത്തും എന്ന് പറഞ്ഞ് ആ ഒരു ഇഷ്യൂവിൽ നിന്ന് ഒരു സ്ട്രൈക്ക് ജനറേറ്റ് ചെയ്തു. ആ സ്ട്രൈക്കിന് ലീഡ് ചെയ്ത ഒരാള് ഞാൻ. ആ ലീഡ് ചെയ്തതിന്റെ പേരില് എന്റെ TC തടഞ്ഞു വെക്കുകയും എന്റെ സർട്ടിഫിക്കറ്റ് തരാതിരിക്കുകയും എന്റെ കോഷൻ ഡെപ്പോസിറ്റ് തരാതിരിക്കുകയും ഇന്ന് ഞാനത് കളക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്റെ ഉപരിപഠനം വരെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പൊ മിസ്റ്റർ സഞ്ജിത്ത് പറയുന്നുണ്ടായിരുന്നു, PRO പറയുന്നുണ്ടായിരുന്നു കരളി TVയിൽ അവരാരെയും ടോർച്ചർ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ലിവിങ് എക്സാമ്പിൾ ആണ്. കാരണം ആളെ എനിക്കറിയാം ആർക്കൊക്കെ അവിടെ കൊണ്ടിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബാച്ചില് അവിടെ നിന്ന് പാസ്സായി ഔട്ടായി പോയ ഒരു ബാച്ചില് ഒരാൾക്കിട്ടെങ്കിലും അടി കിട്ടാതെ അല്ലെങ്കിൽ അവര് തല്ലാത്ത ഒരു ബാച്ച് പോലും ഉണ്ടാവില്ല. 2010 വരെ ഇല്ല. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയുമില്ല. പിന്നെ ഇതിനൊക്കെ ഈ ഇതേപോലുള്ള മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന പാരന്റ്സ് ആണ്. ഈ പാരന്റ്സിനൊക്കെ ഒരു തിങ്കിങ് ഉണ്ട്. ഡിസിപ്ലിൻ ഉള്ള കോളേജിൽ വിടണം, ഡിസിപ്ലിൻ എന്റെ മോൻ ഉണ്ടാകണം, അവൻ ഡിസിപ്ലിൻഡ് ആയിട്ട് വളരണം. അപ്പൊ ഈ ഡിസിപ്ലിൻ എന്ന വാക്ക് എല്ലാ കോളേജും ഹൈലൈറ്റ് ചെയ്യും. അതിനുവേണ്ടി അവര് എന്തൊരു കാര്യം വന്നാലും അവർ ആ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് മാറ്റും. ശരിക്കും ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണത്? നിങ്ങളുടെ മോളെ ഒരാള് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാല് അവള് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കുതിരി മാറാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കാതെ ഒച്ച വെക്കാതെ സൈലന്റ് ആയിട്ട് പേടിച്ചിരിക്കണതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഡിസിപ്ലിൻ. അതാണ് ഒരു സ്വയാശ്രയ കോളേജിൽ ക്രിയേറ്റ് ആവുന്ന ഡിസിപ്ലിൻ. അവിടുന്ന് പാസ്സായ ഔട്ടായി പോയ ഒരു കുട്ടികളിലും ഇല്ലാത്ത ഒരു ക്വാളിറ്റിയാണ് ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ക്വാളിറ്റി വളരെ കുറവാണ് അവർക്ക്. അവരൊരു റിസ്ക് എടുക്കില്ല. അതായത് ആ കോളേജിൽ നിന്ന് പാസ് ഔട്ടായ ഒരു എന്റർപ്രണറും എന്റെ അറിവിലില്ല. എല്ലാവരും ഒരു എംപ്ലോയി ഏതെങ്കിലും ഒരാളുടെ അടിയിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഒരു ഡിസിഷൻ, ഒരു ജോലി മാറാൻ പേടിക്കുന്ന ഒരാള്, ജോലി പോകുന്ന പേടിയുള്ള ഒരാള്, ഒരു റിസ്ക് എടുക്കാത്ത ഒരാള്, അങ്ങനത്തെ ക്രൈറ്റീരിയ ഉള്ള ഒരു ജനറേഷനാണ് അവിടെ നിന്ന് ക്രിയേറ്റ് ആവുന്നുള്ളൂ. അപ്പൊ പാരന്റ്സ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പർട്ടിക്കുലർ ഏജിൽ പിള്ളേരിൽ ഡെവലപ്പ് ആകേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റികളൊക്കെ ഡെവലപ്പ് ആകേണ്ട സമയമാണ് ഈ എഡ്യൂക്കേഷനിൽ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ടൈം. അതായത് 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ആ സമയത്തൊക്കെ അതൊക്കെ ഡിസിപ്ലിന്റെ പേരിൽ ഞങ്ങള് അടക്കി വെക്കുക. അത് ഒരു തെറ്റായ ചിന്താഗതിയാണ്. ഈ മൈൻഡ് സെറ്റ് ആണ് ആദ്യം പാരന്റ്സിൽ നിന്ന് മാറേണ്ടത്. ഈ മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ 100% സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അല്ലെങ്കിൽ അതേപോലെയുള്ള കോളേജുകളിലെ ഈ ഹരാസ്മെന്റ് ടോർച്ചറും 100% മാറും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് റാഗിങ്ങിന് തുല്യമായ കേസ് തന്നെയാണ് മാനേജ്മെന്റ് ഹരാസ്മെന്റ്. ഈ റാഗിങ്ങിന് നമ്മുടെ ലോയില് എത്ര ഇമ്പോർട്ടന്റ് നടത്തുന്നുണ്ടോ അതുപോലെ തന്നെ തുല്യമാക്കണം മാനേജ്മെന്റ് ഹരാസ്മെന്റ്. അപ്പോ അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ എനിക്കൊരു 100% വിശ്വാസമുണ്ട് ഇതിനൊരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാനൊക്കെ പഠിച്ചിട്ട് ഒരു അടിയൊക്കെ കൊണ്ടിട്ട് എന്താണ് നിങ്ങൾ ഒരു സ്ട്രൈക്കിന് മുതിരാത്തത്, അന്ന് നിങ്ങൾ എന്താണ് ഇതിനെതിരെ ശബ്ദിക്കാതിരുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ അന്ന് ശബ്ദിക്കാതിരുന്നത് ഒന്നും, ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അന്ന് നമ്മൾ സ്പെൻഡ് ചെയ്ത ലാക്സ് ഒരു വലിയ എമൗണ്ട് ആണ്.
അത് വേറെ അത് വേണ്ടാന്ന് വെച്ച് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യാനോ അല്ലെങ്കിൽ കോഴ്സ് വേണ്ടാന്ന് വെച്ച് കോളേജിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ആസ്തി എനിക്ക് അന്ന് ഉണ്ടായില്ല. അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ച പലർക്കും എല്ലാം കോളേജിന് നന്നാക്കുക ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ ആ ഒരു ബോധം ഉണ്ടാവും. തേർഡ് ഇയറിലാവുമ്പോൾ നമ്മൾ അറിയാതെ ഒരു ചിന്താഗതി വരും, കോളേജിനെ നന്നാക്കാൻ ശ്രമിക്കാതെ എങ്ങനെയെങ്കിലും പാസ് ഔട്ടായി പോകാൻ. വളരെ ചുരുക്കമുള്ള ആൾക്കാർക്ക് ഇതെന്തെങ്കിലും മാറ്റം ആഗ്രഹിക്കണമെന്ന് വിചാരിച്ച് അതിനെതിരെ പോരാടാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മുടെ ഫാമിലിയുടെ കണ്ണുനീരും എന്റെയൊക്കെ ഫാദറൊക്കെ പെർ മന്ത് അവിടെ വന്നിട്ടുണ്ട്. അതിന് ഏകദേശം എറണാകുളത്ത് നിന്ന് അവിടം വരെ വരുന്നതിന് അത്രയും എനിക്കുള്ള എക്സ്പെൻസിനെക്കാളും കൂടുതൽ എന്റെ ഫാദറിനൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വിളിപ്പിക്കുക. എന്താ പറയുക, ഒരു പിയൂണുള്ള വില പോലും ഒരു സ്റ്റുഡന്റിന് പോലും ഉണ്ടായില്ല. മാനേജ്മെന്റ് പിയൂണിനുള്ള വില ടീച്ചേഴ്സിനില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ എനിക്ക് ഈ സ്റ്റുഡൻസ് യൂണിയൻസിനോടെല്ലാം പറയാനുള്ളത് നിങ്ങൾ ഏതായാലും ഒരു ചേഞ്ചിനായിട്ട് നിങ്ങൾ ശ്രമിച്ചു. നിങ്ങളുടെ ലക്ഷ്യം ഈ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടായി അതൊരു റിസൾട്ട് ഇല്ലാതെ വരരുത്. കാരണം റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പഠിക്കുന്ന പിള്ളേർക്ക് അവിടെ വീണ്ടും പഠനം തുടങ്ങണം. ആ പഠിച്ച ആ സ്ട്രൈക്കിൽ ഉള്ളവർക്കൊന്നും യാതൊരു രീതിയിലുള്ള ഇയർ ഔട്ട് അറ്റൻഡൻസ് ഷോർട്ടേജ് വരാതെ അവര് നാളെ കോളേജും അടുക്കുന്ന രീതിയിലേക്ക് മാനേജ്മെന്റ് എന്തായാലും അവരുടെ നയങ്ങൾ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു നയം ഉണ്ടാകരുത്. അതിനുവേണ്ടി സ്റ്റുഡൻസ് യൂണിയനെ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങളുടെ ലക്ഷ്യം കാണുക, നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ചേഞ്ച് അവരിൽ ഉണ്ടാക്കുക. എനിക്ക് മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. ഞാൻ പഠിച്ച കോളേജ് ഒരു മാതൃകാ കോളേജായി മറ്റുള്ള സ്വയം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ മാതൃകയായി മാറണമെന്ന് ഇനി വരും വർഷങ്ങളിൽ. അല്ലാതെ അത് അടച്ചുപൂട്ടാനോ അതിന്റെ അഫിലിയേഷൻ കളയാനോ ഉള്ളിന്റെ ഉള്ളിൽ പോലും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷെ ഈ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഈ ബിസിനസിന്റെ പുറകെ പോയപ്പോൾ ഈ പിള്ളേരുടെ കൺസേൺ നിങ്ങൾ കെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത്രയും ഇമ്പോർട്ടൻസ് പിള്ളേരിലുണ്ട്. അല്ലെങ്കിൽ ആ പിള്ളേർ ഇത്രയും ഇറിറ്റേറ്റഡ് ആണ്. അവര് ഒരുപാട് അവരുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് സഹിക്കുന്നതാ. എന്നെങ്കിലും അത് പൊട്ടൂന്ന് നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കി. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറാകുക. പിന്നെ അതിന് വേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു PTA, ഒരു സ്റ്റുഡൻസ് യൂണിയൻ. സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്നത് ആ സ്റ്റുഡന്റിനെ സെലക്ട് ചെയ്യണത് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. അല്ലാതെ മാനേജ്മെന്റ് പോസ്റ്റ് സെലക്ട് ചെയ്യണ ഒരു പയ്യനാകരുത്. സ്റ്റുഡൻസ് യൂണിയനും അതേപോലെ തന്നെ ഒരു PTA മീറ്റിംഗും PTA അസോസിയേഷനും അതിന്റെ PTA ഒരു പ്രസിഡന്റും. ഈ 2 പേർക്കും കോളേജിൽ നടക്കുന്ന ഏതൊരു ഡിസിപ്ലിനറി ആക്ഷനിലെയും എൻക്വയറി കമ്മിറ്റി ആണ്. അതായത് മാനേജ്മെന്റ് കോളേജുകളുടെ ഏറ്റവും നല്ലൊരു വാക്കാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ആ അന്വേഷണ വിധേയം എത്ര നാൾ വേണമെങ്കിലും ആക്കാം. അതായത് ഒരു കുട്ടിയെ ഇയർ ഔട്ട് ആണെങ്കിൽ ഈ അന്വേഷണ വിധേയമായ സസ്പെൻഷൻ മതി. അപ്പൊ ആ കമ്മിറ്റിയിൽ ഈ സ്റ്റുഡന്റ് യൂണിയനും PTA അംഗവും ഉണ്ടായി ഏതെങ്കിലും ഒരു പ്രോബ്ലം എത്രയും പെട്ടെന്ന് അത് ചുരുക്കി ഒരു മാതൃകാപരമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കണം. 2ാമത്തെ പോയിന്റ്, മാനേജ്മെന്റ് സ്റ്റാഫിന് ഒരു റൈറ്റ്സും ഉണ്ടാകരുത് എഡ്യൂക്കേഷണൽ സിസ്റ്റമിൽ. അതിന് പ്രിൻസിപ്പൽ ഉണ്ട്, HOD ഉണ്ട്, ഡയറക്ടർ ഉണ്ട്. ഏതൊരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷനിലും മാനേജ്മെന്റിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. എസ്പെഷ്യലി അവരുടെ ഇന്റേണൽ മാർക്കിങ്ങിൽ. അതേപോലെ 3ാമത്തെ ഇന്റേണൽ മാർക്ക്. ഏറ്റവും ആദ്യം വേണ്ടത് ഇന്റേണൽ മാർക്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ടാകണം. മന്ത്ലി യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വേണം. മന്ത്ലി യൂണിവേഴ്സിറ്റിക്ക് അറ്റൻഡൻസിന്റെ റിപ്പോർട്ട് വിടണം. ഇന്റേണൽ മാർക്കിന്റെ റിപ്പോർട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അയക്കണം. ഇതെല്ലാം ലാസ്റ്റത്തേക്ക് വെച്ചാല് ആ ലാസ്റ്റത്തേക്ക് വെക്കണത് ഒരിക്കലും ആ റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ച് അത് അവർക്ക് തോന്നുന്ന രീതിയിൽ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാം. പക്ഷെ അങ്ങനെ അല്ലാതെ അവർക്ക് ഡിസേർവ് ചെയ്തത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക.
അപ്പൊ ആ ഇന്റേണൽ മാർക്കിൽ ഒരു കടിഞ്ഞാൻ ഇടാൻ പറ്റിയാല് ഒരു സ്വയാശ്രയ കോളേജിനും ഇന്ന് കാണുന്ന ഈ രീതിയിലുള്ള വിദ്യാർത്ഥി ടോർച്ചറിങ് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ ജിഷ്ണുവിന്റെ മാതാപിതാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവന്റെ ഒരുപാട് ചേട്ടന്മാരുണ്ട്, എന്നും നഷ്ടമായത് നിങ്ങൾക്കാണ്. എത്രയൊക്കെ പറഞ്ഞാലും നഷ്ടം എന്നേക്കും നിങ്ങളുടേതാണ്. പക്ഷെ എന്തൊരു കാര്യത്തിനും അവന് ഒരുപാട് ജ്യേഷ്ഠന്മാരുണ്ട്, എന്നും ഒരു കൈത്താങ്ങായിട്ട് അവരുണ്ടാവും. പിന്നെ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മാനേജ്മെന്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾക്ക് മാറാൻ സമയമുണ്ട്. നിങ്ങൾ മാറി ഒരു മാതൃകാപരമായിട്ടുള്ള മാനേജ്മെന്റ് ആണ്. ഞങ്ങളെന്നും അത് അഭിമാനത്തോട് പറയാവുന്ന ഒരു കോളേജായി മാറണം.